സൺഡേ മോർണിംഗ് 6:30 ആണ് കേട്ടോ ഇപ്പോൾ സമയം. പാല് കാച്ചാനായിട്ട് വെക്കുമ്പോൾ ഇതുപോലുള്ളൊരു തവി കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് സ്ലിമ്മിലിട്ടിട്ട് നമുക്ക് കാച്ചിയെടുക്കാം. അപ്പോൾ ഒരിക്കലും തിളച്ച് തോവി പോവില്ല. പിന്നെ ഇതാ ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഉടച്ചെടുക്കാം. രാവിലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ തന്നെ ലഞ്ചിനുമൊക്കെ തയ്യാറാക്കാനായിട്ട് തേങ്ങ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ഉടച്ച ശേഷം നമുക്കതിനൊന്ന് ചിരവിയെടുക്കാം. ഇരുന്നിട്ട് ചിരവുന്ന ചിരവ മുക്കാലിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് പഴയ കാലത്ത് ഒരുപാട് പഴക്കമുള്ളൊരു സംഗതിയാണ് കേട്ടോ. പക്ഷേ എനിക്കിതിൽ തേങ്ങ ചിരവിയെടുക്കാനാണ് വളരെ ഈസി ആയിട്ട് തോന്നാറുള്ളത്. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ ചിരവിയെടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഫ്രിഡ്ജിലേക്കാണ് വെച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചട്നി തയ്യാറാക്കാനായിട്ടാണ് കേട്ടോ. ഒരു 2 പിടിയൊക്കെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ചട്നി കടലയാണ് കേട്ടോ. പൊട്ടുകടല എന്നൊക്കെ പറയും. പിന്നെ അല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ഒരല്പം പുളിയും കൂടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല. ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക തരിതരിയായിട്ട്. വീണ്ടും പിന്നെ നമുക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ചട്നിയുടെ രൂപത്തിൽ നമുക്കിതിനെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഇതാ നമ്മളുടെ ചട്നിക്കുള്ള തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് താളിച്ച് കൊടുക്കാം. ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ കടുക് ചേർക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കതിലേക്ക് 1-2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങാ മിശ്രിതം അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഈ ചട്നി നമുക്ക് അല്പം തിക്കായിട്ട് വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. ഞാനിത് കുറച്ച് ലൂസായിട്ടാണ് ഈ ചട്നി തയ്യാറാക്കുന്നത്. ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് ഇതുപോലെ ഒഴിച്ച് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഇഡ്ഡലി മാവൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഞാൻ മാവ് അരച്ചിട്ട് ഒരാഴ്ച വരെയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഈ മാവ് കൊണ്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ നല്ല സ്പോഞ്ച് പോലത്തുള്ള ഇഡ്ഡലി കിട്ടും കേട്ടോ. ഞാൻ ഈ മാവ് അരയ്ക്കുന്നതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. ഇഡ്ഡലി തട്ടിലേക്ക് അല്പം നെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് കിട്ടും. ഇഡ്ഡലി ഞാൻ വേവിക്കാനായി വെച്ച് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിനെ നോക്കാം. ഇനി നമ്മൾ ലഞ്ചിന് വേണ്ടിയുള്ള കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയൊക്കെ തൊണ്ട് കളഞ്ഞെടുക്കണം. വെളുത്തുള്ളി പെട്ടെന്ന് തൊണ്ട് കളയാനായിട്ട് ഈ ഒരു സൂത്രം പരീക്ഷിച്ച് നോക്കൂ. പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ തൊണ്ടൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനിന്നൊരു ചിക്കൻ കറിയും കൂടി തയ്യാറാക്കുന്നുണ്ട്. വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ കുറച്ച് മസാലകൾ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. 2 കഷ്ണം പട്ട എടുക്കാം. പിന്നെ ഒരു 2-3 ഗ്രാമ്പ് കൂടി എടുത്തിട്ടുണ്ട്. 2 ഏലക്ക മതിയാവും. പിന്നെ ഇത് കൽപ്പാസി എന്ന് പറയും, അതും കൂടി ഞാൻ ഒരല്പം എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഒരു 3-4 കാഷ്നട്ട് എടുക്കാം. പിന്നെ അല്പം വെളുത്തുള്ളി കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. 2-3 കഷ്ണം ഇഞ്ചി കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്തിട്ട് നമുക്ക് വഴറ്റിയിട്ട് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഈ മസാല. ചട്ടി ചൂടാകുമ്പോൾ 1-2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 3 പച്ചമുളക് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ ടേസ്റ്റിലാണ് കേട്ടോ ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞതും ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം.
ഒരു പിടി തേങ്ങ കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത ശേഷം വീണ്ടും അധികമൊന്നും മൂപ്പിക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി കൂടെ നമുക്ക് നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരല്പം മല്ലിയില കൂടി ചേർക്കാം. ഇതും ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. നമ്മളുടെ വറുത്തെടുത്ത മസാലയൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ, വെള്ളമൊന്നും ചേർക്കാതെ തന്നെ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചു കൊണ്ടുവരാം. അങ്ങനെ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മളുടെ ഇഡ്ഡലി ഇവിടെ നല്ല പൂ പോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചായിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ അത്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ അങ്ങ് ഒന്നാക്കി കൊടുത്താൽ മാത്രം മതിയാവും. നമ്മൾ നെയ്യും കൊണ്ട് പുരട്ടിയ കാരണം പെട്ടെന്ന് തന്നെ അതിനെ അടർത്തിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലുള്ള ഇഡ്ഡലിയും പിന്നെ നമ്മൾ അരച്ചെടുത്ത ചട്നിയും കൂട്ടിയിട്ട് നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇനി നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ചിക്കൻ കറി തയ്യാറാക്കാം. കുക്കർ ചൂടാക്കുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അല്പം ഫെനൽ സീഡ് ചേർത്ത് കൊടുക്കാം, പെരുംജീരകം, പിന്നെ ഒരു ബേ ലീഫ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് പിങ്ക് കളറായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി പുരട്ടി വെച്ചതാണ് കേട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്പം കൂടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഈ സമയത്ത് തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു മഞ്ഞ കളറിലുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോഴും ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഈ ചിക്കനൊക്കെ ചൂടായിട്ട് വരും. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. ഈ ചിക്കനിൽ ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ നേരത്തെ വഴറ്റിയിട്ടുള്ള അതിൽ തന്നെ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ആഡ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈര് വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ ഒന്ന് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അരച്ചെടുത്ത മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവാൻ വേണ്ടിയിട്ട്, പിന്നെ നല്ല ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമുക്ക് ദോശ, ഇഡ്ഡലി എല്ലാറ്റിൻ്റെ കൂടെയും ഈ ഒരു കറി കഴിക്കാം കേട്ടോ. ഇനി നമുക്കതിനെ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1-2 വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം. വീട്ടിൽ ചിക്കൻ കഴിക്കാത്ത 2 ആൾക്കാർ കൂടെ ഉണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊരു ദാൽ ഫ്രൈയും തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു തോരനും കൂടെ തയ്യാറാക്കിയെടുക്കാം. ഒരു ചെറിയ ഗ്ലാസ്സിൽ പരിപ്പ് എടുക്കാം. അതിലേക്ക് കഴുകിയ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം.
പിന്നെ ഇതാ ഒരു കുടം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ചേർക്കാം. പിന്നെ ഒരു സവാളയുടെ പകുതി ഇതിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മതിയാകും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വൻപയർ കുതിർത്തത് വേവിച്ചതാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടുകൊക്കെ പൊട്ടിച്ച ശേഷം പയർ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് ചീരയാണ് കേട്ടോ. ഏത് ചീര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ തിരവി എടുത്തിട്ടുള്ള ഒരു പിടി തേങ്ങയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇളക്കിയെടുക്കാം. 5 മിനിറ്റിന് ശേഷം അല്പം മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെച്ചെടുക്കാം. ചെറിയൊരു കുക്കറിൽ 1 ഗ്ലാസ് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് അടപ്പ് കൊണ്ട് അടച്ചിട്ട് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ കറി എന്തായെന്ന് നോക്കിയാലോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ല ഗ്രേവിയോട് കൂടിയിട്ട് നല്ല ഒരു സൂപ്പറായിട്ടുള്ളൊരു കറിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് അല്പം ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളുടെ പരിപ്പ് കറിയൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കയ്യിൽ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരും കേട്ടോ. ഇനി നമുക്ക് ഉപ്പൊക്കെ ഇതിൽ കുറവുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇഷ്ടംപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കതിൽ കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. കടുകും അല്പം ജീരകവും പിന്നെ കറിവേപ്പിലയും ചുവന്ന മുളകും കൂടി ഞാൻ ഇതിലേക്ക് കടുക് വറുത്ത് ചേർത്തിട്ടുണ്ട്. അങ്ങനെ സിമ്പിളായിട്ടുള്ള ദാൽ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. സൺഡേ സ്പെഷ്യൽ ലഞ്ച് മെനു നമ്മുടെ വീട്ടിൽ ഇതൊക്കെയായിരുന്നു കേട്ടോ.